എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. ഏട്ടന് നല്ല മാറ്റങ്ങളുണ്ട്. മുറിവ് പെട്ടെന്ന് ഉണങ്ങില്ല, കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പോയി ഇരിക്കുന്നുണ്ട്. ഒന്നിടവിട്ട ദിവസങ്ങളിലെല്ലാം മുറിവ് പോയിട്ട് ഡ്രസ്സ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഇന്നാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇന്ന് ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വന്നതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പിന്നെ വീഡിയോ ഇടാൻ വൈകിയത്. അപ്പോൾ ഉമ്മറത്തെ ജനൽ അങ്ങനെ ചെതൽ പിടിച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ 10-14 ദിവസം ആളില്ലാത്ത കാരണം അതിങ്ങനെ ചെതലൊക്കെ ആയി ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ മോള് കിച്ചണിൽ ഉപ്പേരിക്കുള്ളത് റെഡിയാക്കണ സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ വീട് അടച്ചിട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വീട് അടച്ചിട്ട്? എല്ലാവരുടെ വീട്ടിലെയും സ്ഥിതി ഇതൊക്കെ തന്നെയല്ലേ? ചെതലും മാറാലിയും പൊടിയും. പിന്നെ നമ്മൾ ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങി ഇതൊക്കെ ഇനി വൃത്തിയായി വരാനുണ്ട് അല്ലേ. അപ്പോൾ മോളുണ്ടാവുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവൾ ഏറ്റെടുക്കും. അപ്പോൾ അവൾ ഉപ്പേരിയുടെ ഒക്കെ നുറുക്കി കഴിഞ്ഞു. ഇന്ന് ഇങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ കാരണം കൊണ്ട് തന്നെ ചോറ് വെക്കാൻ വൈകി. ചോറ് മുറ്റത്തുള്ള അടുപ്പിലാണ് വെക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. ചുക്കുകളിലൊക്കെ ആക്കി എടുത്തു കേട്ടോ. ഇനി ചോറും കൂടി അയ്യാ ഇവിടുന്ന് ആത്തേക്ക് കയറാം. അപ്പോൾ തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കൂടെ തന്നെ ഇട്ടിട്ട് തിളപ്പിച്ച് വാർക്കാമെന്ന് വിചാരിച്ചു. ഇനി ആ ചോറ് സെപ്പറേറ്റ് ആയിട്ട് വാർക്കാൻ എന്നൊക്കെയുള്ള മടി കാരണമാണ് ഇതും കൂടി അതിലേക്ക് തന്നെ ഒന്നിച്ചിട്ടത്. പിന്നെ ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ മോള് റെഡിയാക്കിയത് ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ച കാരണം ഇനി അതൊന്നും അങ്ങോട്ട് ഉണ്ടാക്കേ വേണ്ടു. അപ്പോൾ ഇത്ര മാത്രമല്ല കേട്ടോ ഉപ്പേരിക്ക്. പയറിൻ്റെ മണി മാത്രമേ ഉള്ളൂ അതിൽ. പിന്നെ 1-2 നല്ല പയറും, പക്ഷേ കുറച്ച് ചെറുപയർ മുളപ്പിച്ചത് ഉണ്ടായിരുന്നു ഏട്ടന് രാവിലെ കഞ്ഞിയിലേക്കുള്ളത്. അത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഏട്ടൻ കഞ്ഞിയിലേക്ക് കുറച്ചായിട്ടിട്ട് ആകുമ്പോൾ ഇപ്പോഴൊന്നും ആവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിങ്ങനെ ഇരുന്ന് വേസ്റ്റ് ആക്കാതെ അതും കൂടി ചേർത്തിട്ട് നല്ല ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. ഇങ്ങനത്തെ ഉപ്പേരിയൊന്നും വെക്കാറില്ല കേട്ടോ സാധാരണ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. പിന്നെ അതെല്ലാം നല്ലതാണല്ലോ, ചെറുപയർ മുളപ്പിച്ചതും മണിപ്പയറും ഒക്കെ എടുത്ത് ഉപ്പേരി ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഉപ്പേരി വെച്ചു. പിന്നെ രാവിലത്തെ പാല് പതിവ് പോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ചെയ്യാറുള്ളൂ. തിളപ്പിച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ക്ഷീണമുണ്ട്, നല്ല വെയിലല്ലേ. ഈ സമയത്ത് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് മുറിവ് കെട്ടാൻ പോവുക. ആ സമയത്ത് പുറത്തിറങ്ങരുതെന്ന് പറയും, പക്ഷെ ആ സമയത്താണ് മുറിവ് കെട്ടാൻ പോയത്. അപ്പോൾ എൻ്റെ ചോറ് ഇത് ഏകദേശം വാർക്കാറായി. അപ്പോൾ മോള് അത് കഴിഞ്ഞ് മാങ്ങ കുറച്ച് ചെത്തിയിട്ട് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് ഇരുന്ന് ചെയ്യണത്. ഫാനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലിരുന്ന് ചെയ്യാണ്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതും കൂടിയും കഴിഞ്ഞിട്ട് പോയിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി ഇത് കഷ്ണങ്ങളൊക്കെ ആക്കി ജ്യൂസും അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ഇത്രയും ജ്യൂസൊന്നും അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെ ജ്യൂസൊന്നും അടിക്കണ്ട, കുറച്ച് മാങ്ങ എടുത്താൽ മതി, ബാക്കിയൊക്കെ കളഞ്ഞാലും തെറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കറി ഞാൻ മോരൊഴിച്ചൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു വെള്ളരിക്ക ഫ്രിഡ്ജിൽ ഏതായാലും ഇരുന്നിട്ട് നാശാവാൻ തുടങ്ങി. അപ്പോൾ അതെടുത്തൊരു മോരൊഴിച്ച കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ മോരൊഴിച്ച കറിയൊന്നും ഇവിടെ ആർക്കും അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ അതിന് അപ്പോൾ മോള് പറഞ്ഞു ഒരു സോയാബീനും കൂടി വറക്കാം. അപ്പോൾ അമ്മ സോയാബീൻ വേവിച്ച് വെച്ചാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി സോയാബീനും കൂടിയും വേവിച്ചവിടെ വെച്ച, പിന്നെ മോളത് ഫ്രൈ ചെയ്ത് എടുക്കാമെന്നാണ് പറഞ്ഞു. പിന്നെ മോളത് ഫ്രൈ മാറ്റി ഒരു കറി പോലെ ആക്കി ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് ചോപ്പർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അരിഞ്ഞ് അങ്ങനെ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം കറിയിൽ വറുത്തിട്ട ശേഷം ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞു. മോരൊഴിച്ച കറിയാണ്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവരും കുറയുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ഞാൻ മോരൊഴിച്ച കറി, സോയാബീൻ വറുത്തതും പിന്നെ ഉപ്പേരി, പിന്നെ മോളുടെ കാര്യം പപ്പടം എന്തായാലും നിർബന്ധമാണ്.
പപ്പടം ഉണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഉച്ചത്തെ ഇന്നത്തെ ലഞ്ചിൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണ്? മഴ ഉണ്ടോ? ഇവിടെ വേനൽ മഴ എന്ന് പറയാൻ ചെറുതായി ഒരു മഴ കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്നും മഴയില്ല. ഭയങ്കര ചൂടാണ്. വെയിൽ തന്നെയാണ്. നല്ല വെയിലാണ്. വെള്ളമുള്ള കാരണം രക്ഷപ്പെട്ടു. വെള്ളമൊക്കെ ഉണ്ട്. ചൂട് മാത്രമാണ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. മഴയൊന്നും പെയ്തിട്ടേ ഇല്ല. അന്നുണ്ടായ ആ ഒരു മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ മോളുടെ സോയാബീൻ അവിടെ റെഡി ആവുന്നുണ്ട്. ഞാനിതിന് ഈ നേരത്ത് അവിടെ തട്ടിയിട്ട മാറാലയും ചെതലൊക്കെ തട്ടിയിട്ടിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യാൻ എന്ന് വിചാരിച്ചു പോയി. അപ്പോൾ മോള് ഞാൻ ഉണ്ടാക്കിയ ഉപ്പേരിയൊക്കെ എങ്ങനെയുണ്ട്, അമ്മ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചോപ്പർ ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. ആ സമയത്തും ഹരിതകർമ്മസേന വന്ന് അവരുടെ വേസ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ പറക്കി വെച്ചതൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ ഒരു കണ്ണാടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരതിൻ്റെ ചില്ലും ഇതൊക്കെ എടുത്ത് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് പുട്ടിൻ്റെ പൊടി വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊടിപ്പിച്ച് വെക്കണം. ഇപ്പോൾ പിന്നെ മുറ്റത്തേക്ക് അങ്ങോട്ട് എന്തും കഴുകിയിടുമ്പോഴേക്കും അങ്ങോട്ട് ഉണങ്ങി കിട്ടും. ഇനി ഞാൻ മഴക്കാലം വരുമ്പോഴേക്കും കുറച്ചധികം തന്നെ പുട്ടുപൊടി, ഗോതമ്പ്, മുളക്, മല്ലി അതൊക്കെ കുറച്ചധികം തന്നെ പൊടിപ്പിച്ച് കരുതി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ മോളിതേ കിച്ചണിൽ നിന്നിട്ട് അവളുടെ തകൃതിയായിട്ടുള്ള പണിയാണ്. ചില സമയത്ത് ഇങ്ങനെ കേട്ടോ, എല്ലാറ്റിനും കൂടും. ചിലപ്പോൾ നമ്മൾ എത്ര വിളിച്ചാലും അങ്ങനെ അങ്ങോട്ട് വരില്ല. പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിരിക്കും. ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഏട്ടന് ഇതൊന്നും വേണ്ട, ഏട്ടന് ഒട്ടും ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴും ഇതില്ല, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപ്പുമാങ്ങ ആണ് കൂട്ടിയിട്ട് വെറും ഉപ്പുമാങ്ങയും ചോറും ആണ് കഴിച്ചത്. പിന്നെ ഞാൻ അത്ര നിർബന്ധം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ഉപ്പേരിന്ന് ഒരു 2 സ്പൂൺ ഉപ്പേരി ആദ്യം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധപൂർവ്വം ഇട്ട് കൊടുത്താണ് കേട്ടോ. ഭക്ഷണത്തിനൊക്കെ രുചിയായി വരണേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തേക്കൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കയ്യമ്പിലുണ്ടായിരുന്ന ഈ കെട്ടും കാര്യങ്ങളൊക്കെ അഴിച്ചു. ആളിപ്പോൾ ഓക്കെയാണ്. എന്നാലും ഒന്നും കൂടി ബെറ്റർ ആവാനുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഉച്ചത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. മോരൊഴിച്ച കറി, പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ അറിയിപ്പിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കും. ഇപ്പോൾ വെയിൽ കാരണം ആരും പുറത്തിറങ്ങരുത് എന്നൊക്കെയല്ലേ പറയുന്നത്. ഇവിടെ മരം മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാണുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ ഉപ്പുമാങ്ങ ഉണ്ടായതുകൊണ്ട് ഏട്ടൻ കുറച്ച് ഉപ്പുമാങ്ങയും കൂട്ടിയിട്ട് കുറച്ച് ചോറൊക്കെ കഴിച്ചു. ഉപ്പുമാങ്ങ കുറെ മുന്നത്തെയാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ആ പാത്രം തന്നെ ഒന്ന് തുറന്നു നോക്കണം. പിന്നെ അതൊന്ന് കഴുകിയിട്ട് മുറിച്ച് ഏട്ടന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്.